പാഠഭാഗങ്ങൾ പോലെ പ്രിയപ്പെട്ടതാണ് കുട്ടികൾക്ക് കൃഷിയുടെ ആദ്യ പാഠങ്ങളും പരിപാലനവും. എരുതുംകടവ് GLP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ പച്ചക്കറിത്തോട്ടം ശ്രദ്ധേയമാകുന്നു. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കക്കിരി, വെള്ളരി, വെണ്ട, പടവലം, പയർ അങ്ങനെ നീളുന്നു പച്ചക്കറി വൈവിധ്യങ്ങൾ. യാതൊരു കീടനാശിനികളും ചേർക്കാതെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഈ തോട്ടത്തിലെ പച്ചക്കറികൾ കൊണ്ട് കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം അവർക്കേറെ പ്രിയപ്പെട്ടതുമാണ്. ഇവിടെ നരമ്പൽ, ചീര, കക്കിരി, പച്ചമുളക്, തക്കാളി, വെള്ളരി എന്നിവയെല്ലാം ഉണ്ട്. ഈടാക്കുന്ന പച്ചക്കറികൾക്ക് ഞങ്ങൾ കീടനാശികൾ ഉപയോഗിക്കാറില്ല. നല്ല പച്ചക്കറികളാണ് ഈട ഞങ്ങളാക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് നല്ല പച്ചക്കറികൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു. സ്കൂളിൽ കുറേ വട്ടം ചീര ഉപയോഗിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു. ഇക്കോ ക്ലബിലെ ഞങ്ങളാണ് എല്ലാ ദിവസവും തോട്ടത്തിലേക്ക് വെള്ളമൊഴിക്കാറുള്ളത്. PTA കമ്മിറ്റിയായ ഷാഫിക്കിച്ചയും അനീഫിച്ചയുമാണ് നമുക്ക് ഈ സഹായങ്ങൾ ചെയ്തു തന്നത്. നമ്മുടെ സ്കൂളിലെ വളരെ ആഗ്രഹമായിരുന്നു എല്ലാവരുടെയും വിഷരഹിത പച്ചക്കറി തോട്ടം. അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നല്ല ഉഷാറായിട്ട് അതിന് നേതൃത്വം നൽകിയത് PTA കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ മദർ PTA കമ്മിറ്റികളും അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ഷാഫി അക്കരയും അനീഫിച്ച രണ്ടാം കൂടിയാണ് ഇത് നേതൃത്വം നൽകിയത്. നല്ല ഉഷാറാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് തരിശായി കിടന്ന പാറയിൽ മണ്ണിട്ട് നികത്തി PTA അംഗം ഷാഫിയുടെ അധ്വാനത്തിൽ സ്കൂളിന് ലഭിച്ചത് ഏറ്റവും മികച്ച ജൈവ പച്ചക്കറിത്തോട്ടമാണ്. സഹായത്തിനായി ഹനീഫയും ഉണ്ടായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച പച്ചക്കറിത്തോട്ടത്തിന് വെള്ളം നൽകിയും വളം നൽകിയും മൃദുവായി അവയെ പരിപാലിച്ചും ഓരോ കുരുന്നുകളും മുന്നിലുണ്ടെന്ന് പ്രധാനാധ്യാപിക ജാക്കുലിൻ റീന ടീച്ചർ പറഞ്ഞു. ഈ സ്കൂളിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു നല്ലൊരു പച്ചക്കറിത്തോട്ടം. നമ്മുടെ ഇപ്പോഴത്തെ PTA കമ്മിറ്റി അംഗങ്ങൾ എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ച പ്രകാരം ഷാഫിയുടെ നേതൃത്വത്തിൽ ഹനീഫിച്ചയുടെ സഹായത്തോടെ നല്ലൊരു പച്ചക്കറിത്തോട്ടം നമുക്ക് സ്കൂളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അതിന് കുട്ടികളെയും കൂടി പരിശീലിപ്പിക്കാനും നല്ല രീതിയിൽ അതിന് വേണ്ട വളവും വെള്ളമൊക്കെ നൽകി സംരക്ഷിക്കാനും കുട്ടികളും ഒരുപാട് സന്തോഷത്തോടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ PTA-കാരുടെ കൂടുതൽ സഹായവും ഉമ്മമാരൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ആഴ്ചയിൽ 2 തവണയെങ്കിലും ഞങ്ങൾക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്നുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കറികൾ കൊടുക്കുവാനുള്ള ഒരു നല്ലൊരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം മുന്നോട്ട് പോകുന്നത്. സ്കൂളിൽ കൃഷി ചെയ്ത ചീര കുട്ടികൾക്ക് ഭക്ഷണത്തിൽ നൽകിയും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും വിൽപ്പന നടത്തിയിട്ടുമുണ്ടായിരുന്നു. കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറികൾ ഉപയോഗിച്ച് ഭക്ഷണം നൽകാനുള്ള പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഷാഫിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പച്ചക്കറിത്തോട്ടം കാണുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ തോന്നുന്നുണ്ട്. പിന്നെ 1 കിണ്ടലോളം ചീര നമുക്ക് ഇന്ന് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പച്ചക്കറി ഐറ്റംസുകൾ ഇനിയും വെറൈറ്റി പച്ചക്കറികൾ ഇതിൽ പിന്നെ ഇതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇനിയും മുമ്പോട്ട് ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ഇനിയുള്ള PTA കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു പ്രചോദനമായിട്ട് ഇനി മുമ്പോട്ട് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഈ സ്കൂളിന് വേണ്ടി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. PTA പ്രസിഡന്റ് അഷ്റഫ്, അധ്യാപകരായ മുഹമ്മദ് ഷെഫീഖ്, സാജിദ, ധന്യ, രേഷ്മ എന്നിവരും സഹായിയായ വിമലയും പച്ചക്കറിത്തോട്ടത്തെ പരിപാലിച്ചു പോകുവാൻ നിറഞ്ഞ മനസ്സുമായി കുട്ടികൾക്കൊപ്പമുണ്ട്. പാഠപുസ്തകങ്ങൾ മാത്രമല്ല, ജൈവ പാഠങ്ങളും കുട്ടികൾക്ക് മനഃപ്പാഠമാണ്. ഇവർ വിളവെടുക്കുന്നത് കലർപ്പില്ലാത്ത സന്തോഷം കൂടിയാകുന്നു. ക്യാമറാമാൻ GK യോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്.